ചുറ്റും ചതുപ്പും വെള്ളവും നിറഞ്ഞൊരു നഗരം. ആ നഗരത്തിൻ്റെ നടുവിൽ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് കുറച്ച് സ്പാനിഷ് സൈനികർ. പുറത്ത് ആയിരക്കണക്കിന് ആസ്ടെക് ജനതകൾ. വഴികൾ അടച്ചിരിക്കുന്നു, പാലങ്ങൾ പൊളിച്ചിരിക്കുന്നു, കനാലുകളിൽ വഞ്ചികൾ തയ്യാറായി നിൽക്കുന്നു. അവർക്ക് മുന്നിൽ ഒരു ചോദ്യം മാത്രം: ഈ നഗരം മുഴുവൻ ശത്രുവായി മാറിയാൽ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തേക്ക് എങ്ങനെ രക്ഷപ്പെടും? അന്ന് രാത്രിയിലാണ് ടെനോറ്റെറ്റിലാൻ സ്പാനിഷുകാരെ വേട്ടയാടാൻ തുടങ്ങിയത്. പക്ഷെ ആ രാത്രി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് മറ്റൊരു കഥയാണ്. ചതുപ്പ് നിലത്തിൽ നിന്ന് മഹാസാമ്രാജ്യം പണിതെടുത്ത ജനതയുടെ കഥ. ദൈവങ്ങൾക്കും യുദ്ധത്തിനും സ്വർണത്തിനും രക്തത്തിനും നടുവിൽ വളർന്ന ഒരു നഗരത്തിൻ്റെ കഥ. ഇതാണ് ആസ്ടെക് സാമ്രാജ്യത്തിൻ്റെ കഥ. ചരിത്രം ചിലപ്പോൾ പുസ്തകങ്ങളിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്നതല്ല. അത് മണ്ണിനടിയിലും തകർന്ന ക്ഷേത്രങ്ങളിലും നഷ്ടപ്പെട്ട നഗരങ്ങളിലും ഉറങ്ങിക്കിടക്കുന്നു. അങ്ങനെയുള്ള പുരാതന രഹസ്യങ്ങളും മറഞ്ഞുപോയ സാമ്രാജ്യങ്ങളുടെ കഥകളും കേൾക്കണമെങ്കിൽ ദ ചുരുൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന മെക്സിക്കോ സിറ്റിയുടെ അടിയിൽ ഒരു നഷ്ടപ്പെട്ട ലോകം മറഞ്ഞു കിടക്കുന്നു. ഒരു കാലത്ത് ഇവിടെ ഒരു വലിയ തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ നടുവിൽ മനുഷ്യർ ഒരു നഗരം പണിതു. വെള്ളത്തിന് മുകളിൽ ഉയർന്ന രാജധാനി, കനാലുകളിലൂടെ ഒഴുകിയ വഞ്ചികൾ, ആകാശത്തേക്ക് ഉയർന്ന ക്ഷേത്രങ്ങൾ, ആയിരങ്ങൾ നിറഞ്ഞ വിപണികൾ. ഇത് ആസ്ടെക് സംസ്കാരത്തിൻ്റെ കഥയാണ്. അവരുടെ യഥാർത്ഥ പേര് മെഷിക. അവരുടെ നഗരം ടെനോറ്റെറ്റിലാൻ. വെള്ളത്തിന്മേൽ പണിതെടുത്ത ഈ അത്ഭുത സാമ്രാജ്യം എങ്ങനെ ഉയർന്നു, എങ്ങനെ ലോകത്തെ വിസ്മയിപ്പിച്ചു, അവസാനം എങ്ങനെ തകർന്നു? ഇന്ന് നമ്മൾ പോകുന്നത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന ആസ്ടെക് സാമ്രാജ്യത്തിലേക്കാണ്. ആസ്ടെക് എന്ന പേര് ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ സ്വയം വിളിച്ചിരുന്നത് കൂടുതലായി മെക്സിക്ക, മലയാളത്തിൽ പറഞ്ഞാൽ മെഷിക എന്നാണ്. അവർ ജീവിച്ചിരുന്നത് മേസോ അമേരിക്ക എന്ന സാംസ്കാരിക മേഖലയിലായിരുന്നു. ഇന്നത്തെ മെക്സിക്കോയും മധ്യ അമേരിക്കയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഒരു ലോകം. അവർ സംസാരിച്ച ഭാഷ നഹാത്വൽ. ഇന്നും മെക്സിക്കോയിലെ ചില പ്രദേശങ്ങളിൽ നഹാത്വൽ ഭാഷയുടെ സ്വരങ്ങൾ ജീവിച്ചിരിക്കുന്നു. ആസ്ടെക്കുകൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് വീണ ഒരു ജനതയല്ല. അവർക്ക് മുമ്പ് ഈ ഭൂമിയിൽ വലിയ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഓൾമെക്, ടിയോട്ടിഹുവാക്കാൻ, മായ, ടോൾടെക്. ഇവരുടെ നഗരങ്ങളും ദൈവങ്ങളും കലയും ജ്യോതിശാസ്ത്രവും യുദ്ധരീതികളും ആസ്ടെക് ലോകത്തെ സ്വാധീനിച്ചു. ആസ്ടെക്കുകൾ വന്നത് ഒരു ശൂന്യമായ ഭൂമിയിലേക്കല്ല. അവർ എത്തിയത് ഇതിനകം അധികാരത്തിനായി മത്സരിച്ചിരുന്ന നിരവധി നഗരരാജ്യങ്ങളുള്ള ഒരു താഴ്വരയിലേക്കാണ്. ഈ സ്ഥലമാണ് വാലി ഓഫ് മെക്സിക്കോ, ഇന്നത്തെ മെക്സിക്കോ സിറ്റി സ്ഥിതി ചെയ്യുന്ന താഴ്വര. അവിടെ തടാകങ്ങളുണ്ടായിരുന്നു, വളഞ്ഞ മലനിരകളുണ്ടായിരുന്നു, കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുണ്ടായിരുന്നു. അതിലും പ്രധാനമായി അധികാരം പിടിക്കാൻ കാത്തിരുന്ന നഗരരാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് മെഷിക ജനത അവരുടെ വിധി എഴുതി തുടങ്ങിയത്. ആസ്ടെക് പാരമ്പര്യ കഥയിൽ ഒരു പേര് ആവർത്തിച്ചു വരുന്നു: അസ്ലാൻ. അത് അവരുടെ പുരാതന ജന്മഭൂമിയാണെന്ന് അവർ വിശ്വസിച്ചു. അവിടെ നിന്നാണ് അവർ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ടതെന്ന് കഥ പറയുന്നു. അസ്ലാൻ യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു? അത് ചരിത്രത്തിലെ ഒരു യഥാർത്ഥ സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഒരു ജനത സ്വന്തം ഉറവിടം വിശദീകരിക്കാൻ സൃഷ്ടിച്ച ഒരു പവിത്ര മിത്തായിരുന്നു? ഇന്ന് ചരിത്രകാരന്മാർക്ക് അതിന് ഏകദേശ ഉത്തരമുണ്ട്, പക്ഷെ അന്തിമ ഉത്തരമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്: മെഷിക ജനത വാലി ഓഫ് മെക്സിക്കോയിൽ എത്തിയപ്പോൾ അവർ ശക്തരായിരുന്നില്ല. അവർ ദരിദ്രരായിരുന്നു, സ്ഥലമില്ലാത്തവരായിരുന്നു, മറ്റുള്ളവരുടെ ഭൂമിയിൽ എത്തിയവരായിരുന്നു. ശക്തരായ നഗരരാജ്യങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ശ്രമിച്ച ഔട്ട്സൈഡേഴ്സാണ്. അവരെ പലരും താഴ്ന്നവരായി കണ്ടു. അവർ ചിലപ്പോൾ മെർഷനറി വാരിയേഴ്സായി ജോലി ചെയ്തു, ചിലപ്പോൾ ട്രിബ്യൂട്ട് കൊടുത്തു, മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു: അവരെ നയിക്കുന്ന ദൈവം, ഹ്യൂഡ്സിലോ പോച്ചിലി, സൂര്യൻ്റെയും യുദ്ധത്തിൻ്റെയും ദൈവം. ആ ദൈവം അവരോട് പറഞ്ഞു എന്നാണ് കഥ. ഒരു ദിവസം നിങ്ങൾ ഒരു കഴുകനെ കാണും, ഒരു കാക്ടസിൻ്റെ മുകളിൽ ഇരിക്കുന്ന കഴുകൻ. അതിൻ്റെ കൊക്കിൽ ഒരു സർപ്പം കടിച്ചു പിടിച്ചിരിക്കും. ആ അടയാളം കാണുന്ന സ്ഥലമാണ് നിങ്ങളുടെ ഭൂമി. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നഗരം പണിയേണ്ടത്. ഇത് ഒരു സാധാരണ അടയാളമല്ലായിരുന്നു. ഇത് ഒരു ജനതയുടെ ഭാവി നിർണയിച്ച അടയാളമായിരുന്നു. 1325 മെഷിക ജനത ആ അടയാളം കണ്ടുവെന്നാണ് പാരമ്പര്യ കഥ പറയുന്നത്. സ്ഥലം ലേക്ക് ടെക്സ്കോക്കോ, ഒരു വലിയ തടാകത്തിൻ്റെ നടുവിലെ ചെളിയും വെള്ളവും നിറഞ്ഞ ദ്വീപ്. മറ്റുള്ളവർക്ക് വേണ്ടാത്ത ഭൂമി.
കൃഷിക്ക് പ്രയാസമുള്ള സ്ഥലം, ചുറ്റും വെള്ളം, താഴെ മൃദുവായ തടാകമാണ്. പക്ഷെ മെഷീക ജനതയ്ക്ക് അത് ദൈവം തിരഞ്ഞെടുത്ത ഭൂമിയായിരുന്നു. അവിടെ അവർ നഗരം പണിതു. ആ നഗരം ടെനോറ്ററ്റിലാൻ. ആദ്യം ചെറിയ കുടിയേറ്റം, പിന്നീട് വീടുകൾ, പിന്നീട് ക്ഷേത്രങ്ങൾ, വിപണികൾ, കോസ്വേസ്, നഗരത്തെ കരയുമായി ബന്ധിപ്പിച്ച ഉയർന്ന വഴികൾ, പിന്നീട് കനാലുകൾ, നഗരത്തിനുള്ളിലൂടെ വെള്ളപ്പാതകൾ. കാലം കടന്നപ്പോൾ ഒരിക്കൽ ചെളി നിറഞ്ഞ ദ്വീപ് ഒരു മഹാനഗരമായി മാറി. വെള്ളം അവർക്കൊരു തടസ്സമായിരുന്നില്ല, അത് അവർക്കൊരു മതിലായിരുന്നു, ഒരു സംരക്ഷണമായിരുന്നു, ഒരു ഗതാഗത മാർഗമായിരുന്നു. അവർ തടാകത്തെ ശത്രുവായി കണ്ടില്ല, അവർ തടാകത്തെ തങ്ങളുടെ നഗരത്തിന്റെ ശരീരമാക്കി. ടെനോറ്ററ്റിലാൻഡ് ഏറ്റവും വലിയ രഹസ്യം അതിൻ്റെ കൃഷി സംവിധാനമാണ്. അതാണ് ചിനാംപാസ്. പലരും ഇതിനെ ഫ്ലോട്ടിംഗ് ഗാർഡൻസ് എന്ന് വിളിക്കുന്നു. പക്ഷേ അവ യഥാർത്ഥത്തിൽ വെള്ളത്തിൽ ഒഴുകുന്ന തോട്ടങ്ങൾ മാത്രമല്ല. തടാകത്തിൻ്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ മണ്ണും ചെളിയും ജൈവവസ്തുക്കളും ചേർന്ന് ഉണ്ടാക്കിയ ഉയർന്ന കൃഷിത്തട്ടുകളായിരുന്നു അവ. അവയ്ക്കിടയിൽ കനാലുകൾ, കനാലിലൂടെ വഞ്ചികൾ, വഞ്ചികളിൽ വിളകൾ, വിളകൾ നഗരത്തിലേക്ക്. അവിടെ ചോളം, ബീൻസ്, മുളക്, സ്ക്വാഷ്, പൂക്കൾ ഇവയെല്ലാം വളർന്നു. ഇതൊരു കൃഷി സാങ്കേതിക വിദ്യ മാത്രമല്ലായിരുന്നു, ഇത് അർബൻ സർവൈവൽ സിസ്റ്റം കൂടിയായിരുന്നു. ഒരു വലിയ നഗരത്തെ ഭക്ഷിപ്പിക്കാൻ മെഷിക്ക ജനത തടാകത്തെ തന്നെ കൃഷിയിടമാക്കി. ഇന്നും സോച്ചിമിൽക്കോ പ്രദേശത്ത് ഈ ചിനാമ്പ പാരമ്പര്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ആസ്റ്റക് ജനതയെ യുദ്ധവും ബലിയും മാത്രം കൊണ്ട് ഓർക്കുന്നത് വലിയ തെറ്റാണ്. അവർ മികച്ച എഞ്ചിനീയേഴ്സ് ആയിരുന്നു, ഫാർമേഴ്സ് ആയിരുന്നു, സിറ്റി പ്ലാനേഴ്സ് ആയിരുന്നു. സ്പാനിഷ് സൈനികർ ആദ്യമായി ടെനോറ്ററ്റിലാൻ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർക്കതൊരു ഡ്രീം സിറ്റി പോലെ തോന്നി. വെള്ളത്തിൽ പണിത നഗരം, നേരായ വഴികൾ, തടാകത്തിനു മുകളിൽ പണിത കോസ്വേസ്, തിരക്കേറിയ വിപണികൾ, വലിയ ക്ഷേത്രങ്ങൾ, രാജകീയ കൊട്ടാരങ്ങൾ, തോട്ടങ്ങൾ, കുളങ്ങൾ, ക്രമീകരിച്ച നഗരജീവിതം. അതിൻ്റെ പ്രധാന മാർക്കറ്റായിരുന്നു ലാറ്റെ ലോക്കോ. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി വിൽക്കാനും വാങ്ങാനും എത്തി. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ചോളം, ഉപ്പ്, മുളക്, മത്സ്യം, തുണിത്തരങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരങ്ങൾ, പക്ഷികളുടെ നിറമുള്ള തൂവലുകൾ, ഒബ്സിഡിയൻ കല്ലിൽ നിന്നുള്ള ആയുധങ്ങൾ, കൊക്കോ ബീൻസ്, ചിലപ്പോൾ മണി പോലെയും ഉപയോഗിച്ചു. ഈ നഗരം ഒരു റിലീജിയസ് ക്യാപിറ്റൽ മാത്രമല്ലായിരുന്നു, ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായിരുന്നു, ഒരു മിലിറ്ററി സെൻ്ററായിരുന്നു. അതിൻ്റെ നടുവിൽ നിന്നത് ടെമ്പിൾ മേയർ, ഗ്രേറ്റ് ടെമ്പിൾ, ഏകദേശം 90 അടി ഉയരമുള്ള മഹാക്ഷേത്രം, 2 ക്ഷേത്രങ്ങളുള്ള ഡബിൾ പിരമിഡ് സ്ട്രക്ചർ. ഒന്ന് മഴയുടെ ദൈവമായ ലാലോക്കിൻ, മറ്റൊന്ന് യുദ്ധത്തിൻ്റെയും സൂര്യൻ്റെയും ദൈവമായ ഹ്യൂസിലോപോച്ചിലിൻ. ഇതൊരു ആരാധനാലയം മാത്രമല്ല, ഇത് ആസ്റ്റക് ലോകത്തിൻ്റെ കോസ്മിക് മാപ്പായിരുന്നു. അവരുടെ മനസ്സിൽ ലോകം വെറും ഭൂമിശാസ്ത്രമല്ല, ലോകം ദൈവങ്ങളുടെ ക്രമമായിരുന്നു. സൂര്യൻ എല്ലാ ദിവസവും ഉയരാൻ ദൈവങ്ങൾക്ക് ശക്തി വേണം, മഴ പെയ്യാൻ ദൈവങ്ങളെ പ്രസാദിപ്പിക്കണം, യുദ്ധത്തിൽ ജയിക്കാൻ ദൈവങ്ങളുടെ പിന്തുണ വേണം. ആദ്യം മെഷിക ജനത മറ്റുള്ളവരുടെ കീഴിലായിരുന്നു. അവരെ നിയന്ത്രിച്ചിരുന്ന ശക്തമായ നഗരം ആസ്ക പോസിലാക്കോ. മെഷിക ജനത അവർക്ക് ട്രിബ്യൂട്ട് കൊടുത്തിരുന്നു, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷെ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറി. 1428 മെഷിക ജനത 2 പ്രധാന നഗരങ്ങളുമായി സഖ്യമുണ്ടാക്കി, ടെനോറ്ററ്റിലാൻ, ടെക്സ്കോക്കോ, ലാക്കോപാൻ. ഇതാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന ട്രിപ്പിൾ അലയൻസ്. ഈ സഖ്യം ആസ്ക പോസ്ലാക്കോയുടെ അധികാരം തകർത്തു. അതിനുശേഷം മെഷിക ജനത വെറും ഔട്ട്സൈഡേഴ്സ് അല്ലാതായി, അവർ പുതിയ ശക്തിയായി ഉയർന്നു. ഈ ട്രിപ്പിൾ അലയൻസ് ആണ് പിന്നീട് നാം ആസ്റ്റക് എംപയർ എന്ന് വിളിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ അടിത്തറ. പക്ഷേ ഇത് ഇന്നത്തെ രാജ്യങ്ങളെ പോലെ കേന്ദ്രഭരണം നടത്തിയ സാമ്രാജ്യമായിരുന്നില്ല. അവർ എല്ലാ പ്രദേശങ്ങളും നേരിട്ട് ഭരിച്ചില്ല. അവർ കീഴടക്കിയ നഗരരാജ്യങ്ങളിൽ പലതും ലോക്കൽ റൂളേഴ്സിനൊപ്പം തുടർന്നു. പക്ഷെ അവർ ട്രിബ്യൂട്ട് കൊടുക്കണം, ആവശ്യപ്പെടുമ്പോൾ യോദ്ധാക്കളെ നൽകണം, ആസ്റ്റക് അധികാരം അംഗീകരിക്കണം. ഇതായിരുന്നു അവരുടെ പവർ മോഡൽ. ട്രിബ്യൂട്ട് നഗരത്തിലേക്ക് ഒഴുകി. കോട്ടൺ, കൊക്കോ, ഫെതേഴ്സ്, ജെയ്ഡ്, ടർക്കീസ്, ഫുഡ്, വാരിയേഴ്സ്, ക്യാപ്റ്റീവ്സ്. ടെനോറ്ററ്റിലാൻ കൂടുതൽ സമ്പന്നമായി, ക്ഷേത്രങ്ങൾ കൂടുതൽ വലുതായി, രാജാക്കന്മാർ കൂടുതൽ ശക്തരായി. ആസ്റ്റക് ഭരണാധികാരിയെ വിളിച്ചിരുന്നത് ത്ലാത്വാനി എന്നാണ്. അർത്ഥം ജനങ്ങളുടെ വക്താവ് അല്ലെങ്കിൽ സംസാരിക്കുന്നവൻ. അവൻ വെറും രാജാവ് മാത്രമല്ലായിരുന്നു, അവൻ സൈനിക നായകനായിരുന്നു, മതപരമായ പ്രതീകമായിരുന്നു, സാമ്രാജ്യത്തിൻ്റെ മുഖമായിരുന്നു. ഇറ്റ്സ്കോ ആറ്റൽ കാലത്ത് ആസ്റ്റക്കുകൾ ശക്തരായി ഉയർന്നു.
മെക്ടെസുമ ഒന്നാമൻ സാമ്രാജ്യം കൂടുതൽ വികസിപ്പിച്ചു. അഹിറ്റ്സോട്ടൽ കാലത്ത് സൈനിക ശക്തി വ്യാപിപ്പിച്ചു. സ്പാനിഷുകാർ എത്തുമ്പോൾ അധികാരത്തിലുണ്ടായിരുന്നത് മൊക്സുമ രണ്ടാമനായിരുന്നു. ആസ്റ്റക് സമൂഹത്തിൽ യുദ്ധത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. യുദ്ധം ഭൂമി നേടാനും ട്രിബ്യൂട്ട് നേടാനും അധികാരം തെളിയിക്കാനും മതചടങ്ങുകൾക്കായി തടവുകാരെ പിടിക്കുവാനുമായിരുന്നു. ഒരു സാധാരണ മനുഷ്യന് പോലും യുദ്ധത്തിൽ കഴിവ് തെളിയിച്ചാൽ സമൂഹത്തിൽ ഉയരാൻ കഴിയുമായിരുന്നു. അവരിൽ ഏറ്റവും പ്രശസ്തരായ 2 പ്രത്യേക യോദ്ധാക്കളായിരുന്നു ഈഗിൾ വാരിയേഴ്സും ജാഗ്വാർ വാരിയേഴ്സും. അവരുടെ വേഷങ്ങൾ പോലും ഭയവും ശക്തിയും പ്രതീകവുമായിരുന്നു. ഒരാൾ കഴുകനെ പോലെ, മറ്റൊരാൾ ജാഗ്വാറിനെ പോലെ. അവരുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്ന് മക്വാഹിറ്റ്വൽ ആയിരുന്നു. മരത്തിൽ നിർമ്മിച്ച് അതിൻ്റെ അരികുകളിൽ ഒബ്സീഡിയൻ കല്ലിൻ്റെ മൂർച്ചയേറിയ തുണ്ടുകൾ പതിപ്പിച്ച ഭീകര ആയുധം. ഒബ്സീഡിയൻ ഗ്ലാസിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് അവർ നേരിട്ടത് സ്പാനിഷുകാരുടെ ഇരുമ്പ് കവചവും വാളുകളും പീരങ്കികളും കുതിര സൈന്യവുമായിരുന്നു. ആസ്റ്റക്കുകളുടെ യുദ്ധശക്തി അവരുടെ വലിയ കരുത്തായിരുന്നു. ആസ്റ്റക്ക് മതം മനസ്സിലാക്കാതെ അവരുടെ സംസ്കാരം മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ ലോകദർശനം അനുസരിച്ച് യൂണിവേഴ്സിന് ഒരു ഫ്രജൈൽ ബാലൻസ് ആയിരുന്നു. സൂര്യൻ, മഴ, ഭൂമി, മരണം, ജനനം എല്ലാം ദൈവിക ശക്തികളുമായി ബന്ധപ്പെട്ടു. അവരുടെ പ്രധാന ദൈവങ്ങളിൽ ചിലത് ഹ്യൂസിലോപോച്ചിലെ സൂര്യനും യുദ്ധവും, ലാലോക്ക് മഴയും ജലവും, ക്വെറ്റ്സലാക്കോട്ടിലെ ഫെതേർഡ് സർപ്പന്റ് കാറ്റ്, അറിവ്, സൃഷ്ടി എന്നിവയുമായി ബന്ധമുള്ള ദൈവരൂപം, ടെസ്കാലിപ്പോക്ക രാത്രി, ശക്തി, വിധി, കോൺഫ്ലിക്റ്റ് എന്നിവയുമായി ബന്ധമുള്ള ദൈവം. അവർക്ക് സമയം അളക്കാനുള്ള കലണ്ടർ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഒരു 260 ഡേയ്സ് റിച്വൽ കലണ്ടർ, പിന്നെ ഒരു 365 ഡേ സോളാർ കലണ്ടറും ഉണ്ടായിരുന്നു. ചടങ്ങുകളും കൃഷിയും യുദ്ധവും ആഘോഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ടു. ഇവിടെ നമ്മൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിഷയമുണ്ട്: മനുഷ്യബലി. അതെ, ആസ്റ്റക് ലോകത്തിൽ മനുഷ്യബലി ഉണ്ടായിരുന്നു. അത് പ്രൊപ്പഗണ്ട മാത്രമല്ല, ആർക്കിയോളജിയും സ്പാനിഷ് അക്കൗണ്ടും അതിൻ്റെ തെളിവുകൾ നൽകുന്നു. പക്ഷേ ഇത് സെൻസേഷണലായി മാത്രം പറയുന്നത് തെറ്റാണ്. അവരുടെ വിശ്വാസത്തിൽ ബലി എന്നത് ക്രൂരത മാത്രമല്ലായിരുന്നു. അത് കോസ്മോസ് നിലനിർത്താനുള്ള സേക്രഡ് എക്സ്ചേഞ്ച് ആയിരുന്നു. ദൈവങ്ങൾ മനുഷ്യർക്ക് ജീവൻ തരുന്നു, മനുഷ്യർ ദൈവങ്ങൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ഭീകരമാണ്. പക്ഷെ അവരുടെ ലോകദർശനത്തിൽ അത് യൂണിവേഴ്സിൻ്റെ ഓർഡർ നിലനിർത്താനുള്ള കടമായിരുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യവും മനസ്സിലാക്കണം: ആസ്റ്റക്കുകൾ മനുഷ്യബലി ചെയ്തവർ മാത്രമല്ല, അവർ കവികളായിരുന്നു, ആർട്ടുകൾ നിർമ്മിച്ചവരായിരുന്നു, മികച്ച അർബൻ പ്ലാനേഴ്സ് ആയിരുന്നു. അവർ അത്യന്തം കൃത്യമായ മാർക്കറ്റ് സിസ്റ്റംസ് ഉണ്ടാക്കിയവരുമായിരുന്നു. അവർ ഫിലോസഫിയുള്ള ജനതയാണ്. ഒരു സിവിലൈസേഷനെ ഒരു ഭീകര ചിത്രവുമായി മാത്രം ചുരുക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. ആസ്റ്റക് സമൂഹം വളരെ ക്രമീകരിച്ച ഒരു സമൂഹമായിരുന്നു. മുകളിൽ രാജകുടുംബം, അതിനടിയിൽ പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, യോദ്ധാക്കൾ, വ്യാപാരികൾ, കർഷകർ, കൈത്തൊഴിലാളികൾ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രധാനമായിരുന്നു. പ്രഭുക്കന്മാരുടെ കുട്ടികൾക്ക് ക്ഷേത്ര പാഠശാലകളിൽ പരിശീലനം ലഭിച്ചു. സാധാരണ കുട്ടികളെ തൊഴിലും സമൂഹ നിയമങ്ങളും മതചടങ്ങുകളും പഠിപ്പിച്ചു. സ്ത്രീകൾ വീട്ടുജീവിതത്തിലും നെയ്ത്തിലും വിപണി വ്യാപാരത്തിലും പ്രധാന പങ്കുവഹിച്ചു. വ്യാപാരികളെ പോസ്റ്റക്ക എന്നാണ് വിളിച്ചിരുന്നത്. അവർ ദൂരപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു. ആസ്റ്റക് ലോകം ഒറ്റപ്പെട്ടതല്ലായിരുന്നു. നഗരങ്ങളും ഭാഷകളും ജനതകളും വിപണികളും ചേർന്ന സജീവമായ ഒരു മീസോ അമേരിക്കൻ ലോകമായിരുന്നു അത്. വർഷം 1519. മെക്സിക്കോ തീരത്ത് 11 കപ്പലുകളെത്തി. അവയെ നയിച്ചത് ഹെർണാൻ കോർട്ടസ്. അവൻ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക രാജാവൊന്നുമല്ല. പക്ഷെ അവൻ ഒരു കോൺക്വിസ്റ്റേറ്റർ, അതായത് സ്വർണം, ഭൂമി, അധികാരം, മതപരിവർത്തനം എന്നിവയുടെ സ്വപ്നവുമായി വന്ന സ്പാനിഷ് സൈനികനായിരുന്നു. കോർട്ടസ് ടെനോറ്ററ്റിലാനിലേക്ക് വന്നത് സ്പെയിൻ രാജാവിൻ്റെ രാജകീയ സൈന്യവുമായിട്ട് ആയിരുന്നില്ല. അവനെ ആദ്യം അയച്ചത് ക്യൂബയിലെ സ്പാനിഷ് ഗവർണറായ ദിയേഗോ വെലാസ്കസ് ആയിരുന്നു. പുതിയ ഭൂമികൾ കണ്ടെത്താനും സമ്പത്ത് തേടാനും സ്പാനിഷ് സ്വാധീനം വ്യാപിപ്പിക്കാനുമായിരുന്നു ആ യാത്ര. പക്ഷെ വെലാസ്കസിന് ഒരു ഭയമുണ്ടായിരുന്നു. കോർട്ടസ് വളരെ അത്യാഗ്രഹമുള്ള മനുഷ്യനാണ്. അവൻ പോയാൽ തിരികെ തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുമോ? അവൻ കണ്ടെത്തുന്ന സമ്പത്തും ഭൂമിയും സ്വന്തം പേരിൽ പിടിച്ചടക്കുമോ? ഈ സംശയം വന്നപ്പോൾ വെലാസ്കസ് കോർട്ടസിൻ്റെ യാത്ര തടയാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും വൈകിയിരുന്നു. കോർട്ടസ് കപ്പലുകളുമായി ക്യൂബ വിട്ടുപോയി.
അവൻ ഇനി വെലാസ്കസിൻ്റെ കയ്യിലുള്ള ഒരു സാധാരണ ക്യാപ്റ്റൻ അല്ലായിരുന്നു. അവൻ തൻ്റെ സ്വന്തം വിധി എഴുതാൻ പുറപ്പെട്ട മനുഷ്യനായിരുന്നു. കോർട്ടസ് വളരെ വേഗത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി. ആസ്റ്റക് സാമ്രാജ്യത്തിന് ശത്രുക്കൾ പുറത്ത് മാത്രമല്ല അകത്തുമുണ്ട്. ട്രിബ്യൂട്ട് കൊടുത്ത് തളർന്ന നഗരങ്ങൾ, ആസ്റ്റക് ആധിപത്യം വെറുത്ത ജനതകൾ, പ്രത്യേകിച്ച് ലാക്സ്കാല പോലെയുള്ള ശക്തമായ ആസ്റ്റക് വിരുദ്ധ ജനതകൾ. കോർട്ടസ് ഇവരുമായി സഖ്യമുണ്ടാക്കി. അവനോടൊപ്പം ഉണ്ടായ മറ്റൊരു നിർണായക വ്യക്തി ലാ മലീഞ്ച്. അവൾ നാഹത്വാലും മായൻ ഭാഷകളും അറിയുന്ന ഒരു സ്ത്രീയായിരുന്നു. കോർട്ടസിന് ലാംഗ്വേജ്, ഡിപ്ലോമസി, നെഗോഷിയേഷൻ ഇവയിൽ അവൾ വലിയ സഹായം നൽകി. അവളില്ലാതെ കോർട്ടസിന് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. ഇവിടെ ചരിത്രം ഒരു അൺകംഫോർട്ടബിൾ ട്രൂത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആസ്റ്റക് സാമ്രാജ്യം സ്പാനിഷുകാർ മാത്രം തകർത്തതല്ല. സ്പാനിഷുകാർക്ക് ആയിരക്കണക്കിന് ഇൻഡിജീനിയസ് അലീസ് ഉണ്ടായിരുന്നു. അത് ഫോറിൻ ഇൻവെഷൻ മാത്രമല്ല, അത് മീസോ അമേരിക്കൻ സിവിൽ വാറിൻ്റെ ഒരു രൂപവുമായിരുന്നു. 1519 നവംബർ 8 കോർട്ടസ് ടെനോഷിറ്റ്ലാനിൽ പ്രവേശിച്ചു. അന്ന് നഗരത്തിൻ്റെ ഭരണാധികാരി മോക്ടെസുമ രണ്ടാമനായിരുന്നു. ഈ കൂടിക്കാഴ്ച ചരിത്രത്തിലെ ഏറ്റവും ഡ്രമാറ്റിക് മൊമെൻറ്റ്സിൽ ഒന്നാണ്. ഒരു ഭാഗത്ത് വെള്ളത്തിന്മേൽ പണിത മഹാസാമ്രാജ്യത്തിൻ്റെ രാജാവ്, മറ്റൊരു ഭാഗത്ത് കടൽ കടന്നു വന്ന യൂറോപ്യൻ കോൺക്വിസ്റ്റേറ്റർ. മോക്ടെസുമ കോർട്ടസിനെ സ്വീകരിച്ചു, സമ്മാനങ്ങൾ നൽകി, അവനെ നഗരത്തിലേക്ക് അനുവദിച്ചു. പക്ഷേ ഇതിന് പിന്നിൽ എന്തായിരുന്നു? ഭയമായിരുന്നു? ഡിപ്ലോമസി ആയിരുന്നു? ദൈവവിശ്വാസമായിരുന്നു? പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ ആയിരുന്നു? കുറേ വർഷങ്ങളോളം പോപ്പുലർ ഹിസ്റ്ററി പറഞ്ഞത് മോക്ടെസുമ കോർട്ടസിനെ ക്വാറ്റ്സിലോക്കോട്ടൽ ദൈവത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ്. പക്ഷേ ഇന്നത്തെ പല ചരിത്രകാരന്മാരും ഈ കഥ വളരെ ഓവർ സിംപ്ലിഫൈഡ് ആണെന്നാണ് പറയുന്നത്. അത് പ്രധാനമായും സ്പാനിഷ് അക്കൗണ്ടിൽ നിന്ന് വളർന്ന നറേറ്റീവാണ്. മോക്ടെസുമ ഭോഷനായിരുന്നില്ല. അവൻ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നായകനായിരുന്നു. അവൻ കോർട്ടസിനെ വിലയിരുത്തി, അവൻ്റെ ഇൻറ്റൻഷൻസ് പരിശോധിച്ചു. അവനെ നഗരത്തിനുള്ളിൽ വെച്ച് നിയന്ത്രിക്കാമെന്ന് കരുതിയിരിക്കാം. പക്ഷെ കണക്കുകൂട്ടലുകൾ തെറ്റി. കോർട്ടക്സ് മോക്ടെസുമയെ ഹൗസ് അറസ്റ്റിൽ വെച്ചു. രാജാവിനെ പിടിച്ചാൽ സാമ്രാജ്യത്തെ നിയന്ത്രിക്കാമെന്ന് അവൻ വിചാരിച്ചു. പക്ഷേ ടെനോറ്റിറ്റ്ലാൻ ഒരു മനുഷ്യനല്ല, അത് ആയിരങ്ങളായ ജനങ്ങളുടെ നഗരമാണ്. രാജാവിനെ പിടിച്ചിട്ടും നഗരം മിണ്ടാതിരുന്നില്ല. ക്യൂബയിൽ ഇരുന്ന വെലാസ്കസിന് വാർത്തകൾ കിട്ടിത്തുടങ്ങി. കോർട്ടസ് തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അവൻ മെക്സിക്കോയിൽ സ്വർണം കണ്ടെടുത്തു. അവൻ സ്വന്തം പേരിൽ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി വെലാസ്കസ് കാത്തിരുന്നില്ല. അവൻ ഒരു വലിയ സൈന്യത്തെ അയച്ചു. ആ സൈന്യത്തെ നയിച്ചത് പാൻഫിലോ ദേ നോർവായ്സ്. അവരുടെ ജോലി ലളിതമായിരുന്നു: കോർട്ടസിനെ പിടികൂടുക, അവൻ്റെ അധികാരം അവസാനിപ്പിക്കുക, മെക്സിക്കോയിലെ നിയന്ത്രണം വെലാസ്കസിൻ്റെ പേരിൽ തിരികെ പിടിക്കുക. ടെനോറ്റിറ്റ്ലാനിൽ കോർട്ടസ് അപ്പോൾ തന്നെ അപകടത്തിലായിരുന്നു. മോക്ടെസുമ അവൻ്റെ നിയന്ത്രണത്തിൽ. നഗരം സംശയത്തോടെ നോക്കുന്നു. ആസ്റ്റക് പ്രഭുക്കന്മാർ മിണ്ടാതെയായെങ്കിലും കോപത്തോടെ നിൽക്കുന്നു. അതിനിടയിലാണ് ആ വാർത്ത എത്തുന്നത്: തീരത്ത് മറ്റൊരു സ്പാനിഷ് സൈന്യം എത്തിയിരിക്കുന്നു. ആദ്യം കേൾക്കുമ്പോൾ അത് സഹായം പോലെ തോന്നാം, പക്ഷേ അത് സഹായമല്ല. അവർ വന്നത് കോർട്ടസിനെ രക്ഷിക്കാനല്ല, അവനെ പിടിക്കാനാണ്. ഇപ്പോൾ കോർട്ടസിന് രണ്ട് ശത്രുക്കൾ: മുന്നിൽ ടെനോഷിറ്റ്ലാൻ, പിന്നിൽ സ്വന്തം സ്പാനിഷുകാർ. അവൻ തീരുമാനിച്ചു, ടെനോഷിറ്റ്ലാനെ കുറച്ച് സമയത്തേക്ക് വിട്ടുപോകണം. പക്ഷെ നഗരം പൂർണ്ണമായി വിടാൻ അവന് കഴിയില്ല. അതിനാൽ അവൻ തൻ്റെ സഹായകനായ പെദ്രോ ദെ അൽവരാദോയെ നഗരത്തിൽ വിട്ടു. മൊക്ടെസുമയും കൊട്ടാരവും സ്പാനിഷ് നിയന്ത്രണത്തിൽ തുടരണം. പിന്നെ കോർട്ടസ് തൻ്റെ ആളുകളുമായി തീരത്തേക്ക് തിരിച്ചു. അതാണ് തീയുടെ നടുവിൽ എണ്ണയൊഴിച്ച പോലെ ആയിപ്പോയത്. കാരണം അന്ന് നഗരത്തിൽ ഒരു വലിയ മതചടങ്ങ് നടക്കുകയായിരുന്നു. ക്ഷേത്രമുറ്റത്ത് പുരോഹിതരും പ്രഭുക്കന്മാരും യോദ്ധാക്കളും കൂടിയിരുന്നു. പാട്ടും താളവും പുകയും പൂക്കളും നിറഞ്ഞൊരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അൽവരാദോയ്ക്കൊരു സംശയം. ഇവർ യുദ്ധത്തിനുള്ള കൂടിച്ചേരലാണോ ഈ നടത്തുന്നത് എന്ന് അയാൾക്ക് തോന്നി. അത് സത്യത്തിൽ യുദ്ധത്തിനുള്ള കൂടിച്ചേരലല്ലായിരുന്നു. അത് അവരുടെ ദൈവങ്ങൾക്കുള്ള വിശുദ്ധ സമർപ്പണമായിരുന്നു. പക്ഷേ ഇത് അൽവരാദോ അറിയുന്നില്ല. അവൻ കരുതിയത് ഇവർ ഏതെങ്കിലും നിമിഷം സ്പാനിഷുകാരെ ആക്രമിച്ചേക്കാം. ഭയം അവൻ്റെ തീരുമാനമായി മാറി. അവൻ ആക്രമിച്ചു. സ്പാനിഷ് സൈനികർ ക്ഷേത്രമുറ്റത്തേക്ക് കയറി. ചടങ്ങിൽ നിന്നവരെ വാളുകൊണ്ട് ആക്രമിച്ചു. പാട്ടിൻ്റെ ശബ്ദം നിലവിളിയായി മാറി. താളവാദ്യങ്ങളുടെ ശബ്ദം യുദ്ധശബ്ദമായി മാറി. വിശുദ്ധ പുക കോപത്തിൻ്റെ പുകയായി മാറി. ആ നിമിഷം
ടെനോറ്റെറ്റിലാൻ മാറി. ഇനി സ്പാനിഷുകാർ അതിഥികളല്ല, അവർ ശത്രുക്കളായിരുന്നു. നാർവായ്സിൻ്റെ പാളയം അപ്രതീക്ഷിതമായി തകർന്നു. കോർട്ടസിൻ്റെ ആളുകൾ അകത്തേക്ക് കയറി. നാർവായ്സ് പിടിക്കപ്പെട്ടു. അവൻ്റെ സൈന്യം നേതാവില്ലാതെ നിന്നു. പക്ഷെ കോർട്ടസിൻ്റെ ഏറ്റവും വലിയ കഴിവ് വാളിൽ മാത്രമായിരുന്നില്ല, അത് മനുഷ്യരെ തൻ്റെ പക്ഷത്തേക്ക് തിരിക്കാനുള്ള കഴിവായിരുന്നു. നാർവായ്സിൻ്റെ സൈനികരോട് കോർട്ടസ് പറഞ്ഞത് ഏകദേശം ഇതായിരുന്നു: എന്നെ പിടിക്കാൻ നിങ്ങൾ വന്നതാണ്, പക്ഷെ നിങ്ങൾ തെറ്റായ മനുഷ്യനെ പിന്തുടരുകയാണ്. എന്നോട് ചേർന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ സാമ്രാജ്യമുണ്ട്. അവിടെ സ്വർണമുണ്ട്, സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്. എനിക്കെതിരെ നിന്നാൽ നിങ്ങൾ വെറും വെലാസ്കസിൻ്റെ ആളുകൾ. എന്നോടൊപ്പം നിന്നാൽ നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാകും. ആ വാക്കുകൾ പലരുടെയും മനസ്സ് മാറ്റി. കാരണം അവർ സൈനികരായിരുന്നു, പക്ഷേ അവർ സ്വർണത്തിനായി വന്ന മനുഷ്യരുമായിരുന്നു. അങ്ങനെ കോർട്ടസിനെ പിടിക്കാൻ വന്ന സൈന്യം തന്നെ കോർട്ടസിൻ്റെ സൈന്യമായി മാറി. കോർട്ടസ് തിരിച്ചു വന്നപ്പോൾ അവൻ കണ്ടത് പഴയ നഗരമായിരുന്നില്ല. അവൻ പോയപ്പോൾ നഗരം ഉണർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ നഗരം കത്തിക്കൊണ്ടിരുന്നു. വീടുകളുടെ മേൽക്കൂരയിൽ ആളുകൾ നിറഞ്ഞു. കല്ലുകൾ താഴേക്ക് വീണു. കനാലുകളിൽ വഞ്ചികൾ നീങ്ങി. യോദ്ധാക്കൾ തെരുവുകളിൽ നിറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് യുദ്ധതാളം മുഴങ്ങി. കോർട്ടസിന് അപ്പോൾ മനസ്സിലായി, ഇത് ഇനി രാജാവുമായുള്ള സംഭാഷണമല്ല, ഇതിനി സമ്മാനങ്ങളും സൗഹൃദവും അല്ല, ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. സ്പാനിഷുകാർ കൊട്ടാരത്തിനുള്ളിൽ കുടുങ്ങി. ഭക്ഷണം കുറയുന്നു, വെള്ളം കുറയുന്നു, കുതിരകൾ ക്ഷീണിക്കുന്നു, സൈനികർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പുറത്ത് ഓരോ നിമിഷവും ആസ്റ്റക് യോദ്ധാക്കളുടെ നിലവിളി. ഇനി ഒരു വഴിയേ ഉള്ളൂ, ജനങ്ങളെ ശാന്തരാക്കണം. അതിന് കോർട്ടസിന് ഇപ്പോഴും ഒരു ആയുധമുണ്ടായിരുന്നു: മോക്ടെസുമ. ഒരു ദിവസം സ്പാനിഷുകാർ മോക്ടെസുമയെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. അവൻ രാജകീയ വസ്ത്രത്തിലായിരുന്നു, പക്ഷെ അവൻ്റെ മുഖത്ത് പഴയ അധികാരത്തിൻ്റെ വെളിച്ചമില്ലായിരുന്നു. അവൻ്റെ പിന്നിൽ സ്പാനിഷ് സൈനികർ നിന്നു. മുന്നിൽ അവൻ്റെ സ്വന്തം ജനങ്ങൾ, താഴെ ആയിരങ്ങൾ. അവരുടെ കയ്യിൽ കല്ലുകൾ, കുന്തങ്ങൾ, വില്ലുകൾ. മെക്റ്റിസുമ മുകളിലേക്ക് നിന്ന് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവരോട് ശാന്തരാകാൻ പറഞ്ഞു. സ്പാനിഷുകാരെ ആക്രമിക്കുന്നത് നിർത്താൻ പറഞ്ഞു. രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷെ താഴെ നിന്ന് ജനങ്ങൾ കേട്ടില്ല. കാരണം അവർ ഇനി അവനെ പഴയ രാജാവായി കാണില്ല. അവർ കണ്ടതും മറ്റൊന്നായിരുന്നു. അവരുടെ സാമ്രാജ്യത്തിൻ്റെ രാജാവ് ശത്രുവിൻ്റെ കയ്യിൽ നിൽക്കുന്നു. അവരുടെ ദൈവങ്ങളുടെ നഗരത്തിൻ്റെ മുഖം വിദേശ സൈനികരുടെ പിന്നിൽ നിൽക്കുന്നു. അവൻ സംസാരിക്കുന്നത് സ്വന്തം ശബ്ദത്തിലാണോ, കോർട്ടസിൻ്റെ നിർബന്ധത്തിലാണോ, ജനങ്ങൾക്കറിയില്ല. അവർക്കുള്ളിൽ വേദനയും കോപവും ഒരുമിച്ച് കത്തുകയായിരുന്നു. അവർ നിലവിളിച്ചു. ചിലർ അവനെ ദുർബലൻ എന്ന് കണ്ടു. ചിലർ അവനെ വഞ്ചിക്കപ്പെട്ടവൻ എന്ന് കണ്ടു. ചിലർ അവനെ ഇനി തങ്ങളുടെ രാജാവായി കാണാൻ തയ്യാറായില്ല. അപ്പോൾ കല്ലുകൾ ഉയർന്നു. ജനക്കൂട്ടത്തിൻ്റെ കോപം അവൻ്റെ ശരീരത്തിൽ പതിച്ചു. സ്പാനിഷ് രേഖകൾ പറയുന്നത് അവൻ്റെ സ്വന്തം ജനക്കൂട്ടത്തിൽ നിന്ന് എറിഞ്ഞ കല്ലുകളോ ആയുധങ്ങളോ അവനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നാണ്. പക്ഷേ സ്വദേശീയ പാരമ്പര്യ രേഖകളിൽ വേറൊരു കഥയുണ്ട്. സ്പാനിഷുകാർ തന്നെയാണ് അവനെ കൊന്നതെന്ന്. ചില കണക്കുകൾ പ്രകാരം കഴുത്ത് ഞെരിച്ചു അല്ലെങ്കിൽ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. മോക്ടെസുമയുടെ മരണത്തെക്കുറിച്ച് ഇന്നും ഒരു ഐഡിയയുമില്ല. എന്തായാലും ആ ദിവസം ഒരു കാര്യം ഉറപ്പായി: മോക്ടെസുമയുടെ അധികാരം മരിച്ചു. അല്പസമയത്തിനകം മോക്ടെസുമയും മരിച്ചു. ഒരു രാജാവ് മരിച്ചു എന്നത് മാത്രമല്ലാതെ സ്പാനിഷുകാർക്കും ആസ്റ്റക്കുകൾക്കും ഇടയിലെ അവസാന സംഭാഷണ വാതിൽ അടഞ്ഞു. ഇനി സമാധാനമില്ല, ഇടപാടില്ല, ഇനി പിന്നോട്ട് പോകാനും വഴിയില്ല. മോക്ടെസുമയുടെ മരണത്തോടെ കോർട്ടസിൻ്റെ സ്ഥിതി കൂടുതൽ മോശമായി. ഇനി അവന് മുന്നിൽ ഒരു ജനക്കൂട്ടമല്ല, ഒരു മുഴുവൻ നഗരം. അവൻ അകത്ത് കുടുങ്ങിയിരിക്കുന്നു. നഗരം പുറത്തുനിന്ന് അടയ്ക്കുന്നു. ടെനോഷിറ്റ്ലാൻ ദ്വീപ് നഗരമായിരുന്നു. കരയിലേക്ക് പോകാൻ തടാകത്തിന് മുകളിൽ നീണ്ട പാതകളുണ്ടായിരുന്നു. പക്ഷെ ആ പാതകളിൽ ഇടയ്ക്കിടെ കനാലുകൾ കടന്നു പോകുന്ന വിടവുകളുണ്ടായിരുന്നു. ആ വിടവുകൾക്ക് മുകളിൽ മരപ്പാലങ്ങൾ വെച്ചിരുന്നു. അവയെ എടുത്തു മാറ്റാം, അവയെ പൊളിച്ചു കളയാം, അവയെ യുദ്ധ ആയുധമാക്കാം. ആസ്റ്റക്കുകൾ അത് തന്നെ ചെയ്തു. പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴികളിലെ പാലങ്ങൾ അവർ പൊളിച്ചു. തടാകപാതകൾ മരണപാതകളാക്കി. പാതകളുടെ ഇരുവശവും വെള്ളം, വെള്ളത്തിൽ വഞ്ചികൾ, മുകളിലൂടെ കല്ലുകൾ, മുന്നിൽ പൊളിച്ച പാലങ്ങൾ. കോർട്ടസിന് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലായി. ടെനോഷിറ്റ്ലാൻ അവനെ അകത്ത് പൂട്ടിയിരിക്കുന്നു. അപ്പോൾ കോർട്ടസ് ഒരു പദ്ധതി ഉണ്ടാക്കി. രാത്രിയിൽ രക്ഷപ്പെടണം, ഇരുട്ടിൻ്റെ മറവിൽ, മഴയുടെ ശബ്ദത്തിൽ, നഗരം ഉറങ്ങുന്ന സമയത്ത്. പക്ഷെ പൊളിച്ച പാലങ്ങൾ എങ്ങനെ കടക്കും? അതിനായി അവർ ഒരു കൈപ്പാലം പണിതു. വലിയ മരത്തണ്ടുകൾ, പലകകൾ, കയറുകൾ, മനുഷ്യർ ചുമന്നുകൊണ്ടു പോകാവുന്ന ഒരു താൽക്കാലിക പാലം. ആ പാലം ആദ്യം ഒരു വിടവിൽ വെക്കണം. സൈന്യം കടക്കണം. പിന്നെ പാലം എടുത്ത് അടുത്ത വിടവിലേക്ക് കൊണ്ടുപോകണം.
ഇത് കേൾക്കുമ്പോൾ ബുദ്ധിപരമായ പദ്ധതി പോലെ തോന്നും. രാത്രി എത്തി. ടെനോഷിറ്റിലാൻഡിന്റെ മുകളിൽ മഴ വീഴുന്നു. ക്ഷേത്രങ്ങളുടെ നിഴൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു. കനാലുകളിൽ മൂടൽ മഞ്ഞ് കിടക്കുന്നു. കല്ലുവഴികൾ നനഞ്ഞിരിക്കുന്നു. സ്പാനിഷുകാർ പതുക്കെ നീങ്ങി തുടങ്ങി. കവചങ്ങൾ തമ്മിൽ ഇടിക്കുന്ന ശബ്ദം പോലും അവർ ഭയപ്പെട്ടു. കുതിരയുടെ കാൽ കല്ലിത്തട്ടുന്ന ശബ്ദം പോലും അപകടമായി തോന്നി. അവരുടെ മുന്നിൽ സൈനികർ, അതിന് പിന്നിൽ കൈപ്പാലം ചുമക്കുന്നവർ, അതിന് പിന്നിൽ സ്ത്രീകളും തടവുകാരും കൂട്ടാളികളും, പിന്നിൽ മറ്റൊരു സൈനിക സംഘം. പക്ഷെ ഈ നിരയിൽ മറ്റൊരു ഭാരവും ഉണ്ടായിരുന്നു. സ്വർണം. ടെനോറ്റിറ്റ്ലാനിൽ നിന്ന് എടുത്ത സ്വർണം. ചിലർക്ക് അത് സമ്പത്തായിരുന്നു, ചിലർക്ക് അത് ഭാവിയായിരുന്നു. പക്ഷെ ആ രാത്രിയിൽ അത് മരണത്തിൻ്റെ ഭാരമായിരുന്നു. ചിലർ സ്വർണം ശരീരത്തിൽ കെട്ടി, ചിലർ കയ്യിൽ പിടിച്ചു, ചിലർ തോളിൽ ചുമന്നു, ചിലർക്ക് സ്വർണം വിട്ടുകളയാൻ മനസ്സായില്ല. ആ രാത്രിയിൽ അവർ കൊണ്ടുപോയത് സമ്പത്തല്ല, അവർ കൊണ്ടുപോയത് സ്വന്തം വിധിയായിരുന്നു. ആദ്യ പാലവിടവിൽ അവർ എത്തി. കൈപ്പാലം മുന്നോട്ട് കൊണ്ടുവന്നു. മഴയിൽ നനഞ്ഞ മരം വെള്ളത്തിന് മുകളിൽ വെച്ചു. സൈനികർ കടന്നു, കുതിരകൾ കടന്നു, സ്വർണം ചുമന്നവർ കടക്കാൻ തുടങ്ങി. ഒരു നിമിഷം പദ്ധതി വിജയിക്കുന്നത് പോലെ തോന്നി. പക്ഷേ ടെനോറ്റിറ്റ്ലാൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരാൾ കണ്ട്. ഒരു നിലവിളി ഉയർന്നു. അവർ പോകുന്നു. ആ നിലവിളി വെള്ളത്തിന് മുകളിൽ പടർന്നു. പിന്നെ ശംഖുകൾ മുഴങ്ങി, താളവാദ്യങ്ങൾ മുഴങ്ങി. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് യുദ്ധവിളികൾ ഉയർന്നു. വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഓടി. കനാലുകളിൽ വഞ്ചികൾ ഇറങ്ങി. ഒരു നഗരം മുഴുവൻ ഇരുട്ടിൽ ഉണർന്നു. അതിനുശേഷം സംഭവിച്ചത് ഒരു രക്ഷാപ്രയാണമല്ല, അത് ഒരു നാശമായിരുന്നു. വെള്ളത്തിൽ നിന്ന് ആസ്റ്റക്ക് വഞ്ചികളെത്തി. വഞ്ചികളിൽ യോദ്ധാക്കൾ, കയ്യിൽ കുന്തങ്ങൾ, വില്ലുകൾ, കല്ലുകൾ, കോപം. മുകളിൽ നിന്ന് കല്ലുകൾ വീണു, വശങ്ങളിൽ നിന്ന് കുന്തങ്ങൾ വന്നു. വെള്ളത്തിൽ നിന്ന് വഞ്ചികൾ ഇടിച്ചു. മുന്നിൽ കൈപ്പാലം, പിന്നിൽ ഭയന്നു തള്ളുന്ന സൈനികർ. കുതിരകൾ വഴുതി. കവചം ധരിച്ചവർ വീണു. സ്വർണം ചുമന്നവർ നീങ്ങാൻ കഴിയാതെ കുടുങ്ങി. കൈപ്പാലത്തിന് മുകളിൽ ആളുകൾ കൂട്ടമായി കയറി. മരം കുലുങ്ങി, വെള്ളം പൊങ്ങി, നിലവിളികൾ ഉയർന്നു. ഒരു മനുഷ്യൻ വീണാൽ പിന്നാലെ 10 പേർ നിൽക്കും. പിന്നിലുള്ളവർ മുന്നോട്ട് തള്ളും, മുന്നിലുള്ളവർ വെള്ളത്തിലേക്ക് വീഴും. ആ തടാകപാത ഒരു നീളമുള്ള യുദ്ധഭൂമിയായി മാറി. ആസ്റ്റക്കുകൾ പാലങ്ങൾ പൊളിച്ചതും വഞ്ചികളിൽ നിന്ന് ആക്രമിച്ചതും, മഴയിലും ഇരുട്ടിലും സ്പാനിഷുകാർ കനാലുകളും തടസ്സങ്ങളും കടക്കാൻ ശ്രമിച്ചതും, സ്വർണം ചുമന്ന് പലർക്കും രക്ഷപ്പെടാൻ കഴിയാതിരുന്നതും ചരിത്ര വിവരണങ്ങളിൽ ആവർത്തിച്ച് കാണാം. അപ്പോൾ കൈപ്പാലം കുടുങ്ങി. അതെടുത്ത് അടുത്ത വിടവിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ പോയി. അവിടെ നിന്നാണ് വലിയ ദുരന്തം തുടങ്ങിയത്. മുന്നിലുള്ളവർ കടന്നുപോയി, പിന്നിലുള്ളവർ കുടുങ്ങി. സൈന്യം പിളർന്നു. ഇപ്പോൾ ആരും സൈന്യവുമായി നീങ്ങുന്നില്ല. ഓരോരുത്തരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. കവചം വെള്ളത്തിൽ മുങ്ങുന്ന ശബ്ദം കേട്ടു. സ്വർണം അടിത്തട്ടിലേക്ക് താഴുന്ന ശബ്ദം കേട്ടു. വെള്ളത്തിൽ വീണ ഒരാൾക്ക് മുകളിലേക്ക് വരാൻ പല കാരണങ്ങൾ തടസ്സമായി. ലോഹ കവചം, നനഞ്ഞ വസ്ത്രം, കയ്യിൽ പിടിച്ച സ്വർണം, ഭയം, ഇരുട്ട്. ലേക്ക് ടെക്സ്കോക്കോ അന്ന് ഒരു തടാകം മാത്രമല്ലായിരുന്നു, അത് സ്പാനിഷുകാരുടെ സ്വപ്നങ്ങളെ വിഴുങ്ങിയ ഒരു ഇരുണ്ട കുഴിയായിരുന്നു. അൽവരാദോ പിന്നിലെ ഭാഗത്ത് കുടുങ്ങി. അവൻ്റെ ചുറ്റും ആളുകൾ വീഴുന്നു. മുന്നിൽ വെള്ളം, പിന്നിൽ ആസ്റ്റക് ആക്രമണം, ചുറ്റും തീപ്പന്തങ്ങളുടെ വെളിച്ചം. പിന്നീട് ഒരു കഥ പ്രചരിച്ചു. അൽവരാദോ ഒരു നീളമുള്ള കുന്തം ഉപയോഗിച്ച് പാലമില്ലാത്ത വിടവ് ചാടിക്കടന്നു വന്ന്. അത് ശരിക്കും അങ്ങനെ സംഭവിച്ചോ എന്ന് ചരിത്രകാരന്മാർക്ക് സംശയമുണ്ട്. പക്ഷെ ആ കഥ എന്തുകൊണ്ട് ജനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ രാത്രി ജീവനോടെ രക്ഷപ്പെട്ട ഓരോരുത്തരുടെയും കഥ സാധാരണ കഥയല്ലായിരുന്നു, അത് അത്ഭുതം പോലെയായിരുന്നു. കോർട്ടസ് ഏത് വിധേനയും മുന്നോട്ട് നീങ്ങി. അവൻ്റെ ലക്ഷ്യം ഇപ്പോൾ സാമ്രാജ്യമല്ല, സ്വർണമല്ല, മഹത്വമല്ല, ജീവൻ മാത്രം. കരയിലെത്തണം. പുലർച്ചയോടെ മഴ കുറഞ്ഞു. ബാക്കിയുണ്ടായവർ കരയിലെത്തി. പക്ഷെ അവർ നഗരത്തിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന സൈന്യം ഇനി അവശേഷിച്ചിരുന്നില്ല. ആ രാത്രി സ്പാനിഷുകാർക്ക് ദുഃഖത്തിൻ്റെ രാത്രിയായിരുന്നു. ലാ നോച്ചെ ട്രിസ്റ്റെ. സ്പാനിഷുകാർ നഗരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും അവർക്കൊപ്പം വന്ന മറ്റൊരു ശത്രു നഗരത്തിനുള്ളിൽ തുടരുകയായിരുന്നു. കാണാനാവാത്ത ശത്രു, സ്മോൾ പോക്സ്, വസൂരി. ഈ രോഗം യൂറോപ്പിൽ പഴയതായിരുന്നു. പല യൂറോപ്യൻ ജനങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഇൻഡിജീനിയസ് ജനതയ്ക്ക് ഈ രോഗം പുതിയതായിരുന്നു. അവരുടെ ശരീരം അതിനെ തിരിച്ചറിഞ്ഞില്ല. അവരുടെ സമൂഹത്തിന് നേരിടാനുള്ള പരിചയമില്ല. അവരുടെ ചികിത്സാ രീതികൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സ്മോൾ പോക്സ് ടെനോഷിറ്റിലാനിൽ പടർന്നു. യോദ്ധാക്കൾ മരിച്ചു, കർഷകർ മരിച്ചു, കൈത്തൊഴിലാളികൾ മരിച്ചു, ഭരണാധികാരി മരിച്ചു. ഒരു സാമ്രാജ്യം പുറത്തു നിന്നുള്ള സൈന്യത്തോട് പോരാടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ രോഗം ജനങ്ങളെ തകർത്തുകൊണ്ടിരുന്നു. ഇത് കോൺക്വസ്റ്റിൻ്റെ ഏറ്റവും ഭീകരമായ ഭാഗമാണ്. കോർട്ടസ് തോറ്റുപോയില്ല. അവൻ തിരികെ വന്നു. ഈ തവണ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. അവനോടൊപ്പം ആയിരക്കണക്കിന് സ്വദേശീയ കൂട്ടാളികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച്
ഇത്തവണ അവൻ ടെനോഷിറ്റ്ലാനെ നേരിട്ട് ആക്രമിച്ചില്ല. അവൻ നഗരത്തെ ശ്വാസം മുട്ടിച്ചു, പാതകൾ അടച്ചു, വെള്ളപ്പാതകൾ നിയന്ത്രിച്ചു, ഭക്ഷണവും ശുദ്ധജലവും തടഞ്ഞു, തടാകത്തിൽ യുദ്ധവഞ്ചികൾ ഇറക്കി. ഒരിക്കൽ നഗരത്തിൻ്റെ സംരക്ഷണമായിരുന്ന വെള്ളം ഇപ്പോൾ അതിൻ്റെ തടവറയായി മാറി. നഗരം പട്ടിണിയിലായി, രോഗം പടർന്നു. എന്നിട്ടും ആസ്റ്റക്കുകൾ അവസാന നിമിഷം വരെ പോരാടി. അവസാന ഭരണാധികാരി ക്വാത്തുക്മോക്ക് പ്രതിരോധത്തിൻ്റെ മുഖമായി നിന്നു. പക്ഷെ 1521 ഓഗസ്റ്റ് 13 ടെനോറ്റിറ്റ്ലാൻ വീണു. 1521 ആസ്റ്റക് സാമ്രാജ്യം തകർന്നു. പക്ഷേ ആസ്റ്റക് ലോകം പൂർണ്ണമായി മരിച്ചില്ല. ഇന്നത്തെ മെക്സിക്കോയുടെ പതാകയിൽ കാണുന്ന കഴുകനും കാക്ടസും സർപ്പവും മെക്സിക്ക ജനതയുടെ പാരമ്പര്യ കഥയെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ഭാഷയായ നഹാത്വാലിൻ്റെ അടയാളങ്ങൾ ഇന്നും ലോകത്ത് ജീവിക്കുന്നു. ചോക്ലേറ്റ്, ടൊമാറ്റോ, അവക്കാഡോ ഇവയൊക്കെ ആ പഴയ ലോകത്തിൻ്റെ ഓർമ്മകളാണ്. പുറത്തുനിന്ന് സ്പാനിഷുകാർ വന്നു, രോഗം വന്നു, പട്ടിണി വന്നു, യുദ്ധം വന്നു, അവസാനം ടെനോഷിറ്റ്ലാൻ വീണു. പക്ഷെ മണ്ണിനടിയിൽ കിടക്കുന്ന ആ നഗരം ഇന്നും നമ്മോട് ചോദിക്കുന്നു, ഒരു സംസ്കാരത്തിൻ്റെ മഹത്വം അതിൻ്റെ ക്ഷേത്രങ്ങളിലാണോ, അതിൻ്റെ വിജയങ്ങളിലാണോ, അല്ലെങ്കിൽ തകർന്ന ശേഷവും മനുഷ്യരുടെ ഓർമ്മയിൽ ജീവിക്കാൻ കഴിയുന്ന ശക്തിയിലാണോ? ഇതായിരുന്നു തടാകത്തിന് നടുവിൽ പറന്ന് മണ്ണിനടിയിൽ മറിഞ്ഞിട്ടും ഇന്നും ജീവിക്കുന്ന ആസ്റ്റക് സംസ്കാരത്തിൻ്റെ കഥ.